ഇന്നത്തെ വചനചിന്ത: ദൈവം താങ്കൾക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടുകൂടെ പൂർണ്ണമായ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവം താങ്കൾക്ക് വേണ്ടി എഴുന്നേൽക്കും. താങ്കളുടെ ശത്രുക്കൾ താങ്കളുടെ ചുറ്റിൽ നിന്ന് ചിതറിപ്പോകുവാനിടയാകും. താങ്കളെ പകയ്ക്കുന്നവർ താങ്കളുടെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. സർവശക്തനായ ദൈവം താങ്കൾക്ക് ചുറ്റും കോട്ടയായിരിക്കും. ദൈവം താങ്കളുടെ ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളിലും താങ്കളെ വഹിക്കുകയും ബലഹീനമാകുമ്പോൾ പുതുബലം നൽകുകയും ചെയ്യും. താങ്കളറിയാതെ താങ്കളെ അനേകം സമയം ദൈവം രക്ഷിച്ചിട്ടുണ്ട്. മുന്നോട്ട് ഒരാപത്തും അനർത്ഥങ്ങളും സംഭവിക്കാതെ കർത്താവ് വീണ്ടും താങ്കളെ വിടുവിക്കും. യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ശാന്തമായ ജീവിതത്തിലേക്ക് യേശു താങ്കളെ നയിക്കും. കർത്താവ് നൽകിയ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുക. ചില നിന്ദകൾ പിന്നത്തേതിൽ താങ്കൾക്ക് അനുഗ്രഹമായി മാറും. നിന്ദ കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. വേദനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. പ്രാർത്ഥനയുടെ മറുപടി കൺമുൻപിൽ തക്ക സമയം വെളിപ്പെടുവാനിടയാകും. ദൈവം നൽകുവാനിരിക്കുന്ന അനുഗ്രഹത്തെ, ദൈവം പകരുവാനിരിക്കുന്ന അഭിഷേകത്തെ തടയുവാൻ ഈ ലോകത്തിലെ ആർക്കും കഴിയുകയില്ല. യേശു താങ്കളെ ഉയർത്തും. ദുഷ്ടൻ എത്ര പ്രാവശ്യം താങ്കളെ താഴ്ത്തുവാൻ ശ്രമിച്ചാലും കർത്താവ് താങ്കളെ ഉയർത്തുക തന്നെ ചെയ്യും. ചില പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ വചനം ശ്രവിക്കുന്ന താങ്കൾ പതറിപ്പോകരുത്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ യേശു താങ്കളെ കരുതി. എത്രയോ പ്രതികൂലമാകുന്ന വിഷയങ്ങളിലൂടെ കർത്താവ് കരം പിടിച്ചു നടത്തി. വചനം ശ്രവിക്കുന്ന താങ്കൾ അവയൊന്നും അറിഞ്ഞില്ല. കാരണം ആ വേളകളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാനും താങ്കളും സുരക്ഷിതനായിരുന്നു. പ്രതികൂലമാകുന്ന ജീവിതയാത്രയിലൂടെ നടന്നു ചെന്നപ്പോൾ, നാം അറിയാത്ത വഴികളിലൂടെ നാം കടന്നു ചെന്നപ്പോൾ, നാമല്ല കർത്താവാകുന്നു ആ ദുഃഖവേളയിലും കൈവിടാതെ കരം പിടിച്ച് നമ്മെ നടത്തിയത്. വചനം ശ്രവിക്കുന്ന എന്നെയും താങ്കളെയും കർത്താവ് യേശു ക്രിസ്തു വഹിച്ചു. എരിയുന്ന തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും ഒരിക്കലും പ്രതീക്ഷകൾ കൈവിടരുത്. തീച്ചൂളയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഒരു പ്രതിഫലം കർത്താവ് വചനം ശ്രവിക്കുന്ന താങ്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കുറവുണ്ടാകരുത്. കാരണം ദൈവം കൂടുതലായി ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവർക്കാണ് ജീവിതത്തിൽ പല പരീക്ഷകളും കടന്നു വരുന്നത്. പരീക്ഷകൾ കടന്നു വരുമ്പോൾ ബലപ്പെടണം. ഫലസ്തീൻ്റെ ബലത്തെ കണ്ട് ഭയപ്പെട്ട ജനത്തിൻ്റെ നടുവിൽ അഭിഷേകമുള്ള ഭക്തനായ ദാവീദ് ഫലസ്തീൻ്റെ ബലമല്ല, വലിപ്പമല്ല കണ്ടത്. ഗദ്യനായ ഗോലിയത്തിനേക്കാൾ ബലവാനായ ദൈവത്തെ എത്രയും ഭക്തനായ ദാവീദ് കണ്ടത്. ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഭക്തനായ ദാവീദ് ഗോലിയാത്തിന് മുൻപിൽ ചെന്നപ്പോൾ ഫലസ്തീനെ ദൈവം വീഴ്ത്തിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിലും വെല്ലുവിളിക്കുന്ന വിഷയത്തിൻ്റെ ബലത്തേക്കാൾ വലിയവനായ ദൈവത്തിൻ്റെ ബലം പൂർണ്ണമായും വെളിപ്പെടും. ആകയാൽ ദൈവബലത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഗോലിയാത്തിനെ പോലുള്ള വിഷയങ്ങളെ തോൽപ്പിക്കാൻ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ഇരട്ടി അഭിഷേകത്തെ ദൈവം നൽകുവാനിടയാകും. വെളിപ്പാട് പുസ്തകം 3:8 പ്രകാരം വായിക്കുന്നു: ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ദൈവം താങ്കളുടെ കൂടെയുണ്ട്. ഭക്തനായ ദാവീദിന് കൊട്ടാരത്തിൽ ചെല്ലുവാൻ പ്രതികൂലമായി ദൈവം എഴുന്നേൽപ്പിച്ചത് ഒരു ഗോലിയാത്തിനെയായിരുന്നു. ആ ഗോലിയാത്തിനെ കണ്ട് ഭക്തനായ ദാവീദ് ഭയപ്പെട്ടില്ല. ഗോലിയാത്തിനെ നേരിട്ടു. ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ നേരിട്ടു. ഭക്തനായ ദാവീദ് ഗോലിയാത്തിനെ നേരിട്ടപ്പോൾ സ്ത്രീജനം പാടി: ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന്. ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നുവെങ്കിലും പിന്നത്തേതിൽ ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി മാറി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, വചനം ശ്രവിക്കുന്ന താങ്കളെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, താങ്കളുടെ ഹൃദയത്തിലെ വിചാരങ്ങളെല്ലാം ദൈവം അറിയുന്നു. താങ്കളുടെ കണ്ണുനീർ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, താങ്കളുടെ കണ്ണുനീരിനെ തുടച്ച് ഇനി കരയുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് പറയും. താങ്കൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുകയാണ്. ഇതാ ഇന്നു മുതൽ ദൈവം താങ്കളെ അനുഗ്രഹിക്കപ്പെട്ട നന്മകളാൽ നിറയ്ക്കും. തളരരുത്, മുന്നോട്ട് പോകുക. താങ്കളിലുള്ള ദൈവശക്തിയാൽ താങ്കൾ മുന്നേറും. ശത്രു ഒരു നാളും താങ്കളെ ജയിക്കുകയില്ല. ദൈവത്തെ മുറുകെ പിടിക്കുക. താങ്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. ഈ നാളുകളിൽ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് ചലിക്കുവാൻ, ബലഹീനതയിൽ കവിഞ്ഞൊഴുകുന്ന ദൈവശക്തി താങ്കളുമേൽ നിറയപ്പെടുവാൻ പൂർണ്ണമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും, പ്രവർത്തിക്കും, താങ്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ നാളുകൾ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടുകൂടെ മുന്നോട്ട്
ചുവടുവെപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർ കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.